ഹായ്, സിമ്മീസ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെണ്ടുമല്ലിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ഈ വർഷം സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഓണം. അപ്പോൾ ആ ഓണ സമയത്തേക്ക് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചെണ്ടുമല്ലി നടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെയാണ് ചെണ്ടുമല്ലി നടുന്നത്. 500 തൈ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെണ്ടുമല്ലി നടാൻ വേണ്ടി ആദ്യത്തെ മണ്ണൊരുക്കം മുതൽ ആ ചെടി നടുന്നത് വരെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. കുറച്ച് കൂടുതൽ തൈയുള്ളത് കൊണ്ട് എനിക്ക് മുറ്റത്ത് നടാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞാൻ ടെറസിൽ നടാമെന്ന് വിചാരിച്ചത്. 500 തൈ എന്ന് പറയുമ്പോൾ ഗ്രോ ബാഗിലും പിന്നെ കവറിലും പിന്നെ കുറേ ചട്ടി ഉണ്ടായിരുന്നു. ഈ ചട്ടിയിലും ഇതിലൊക്കെ ആയിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചെടി നടുന്നതിനായി ഞാൻ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുമ്മായം വിതറി കൊടുക്കണം. അപ്പോൾ ഞാനെടുത്തത് ഉണങ്ങിയ മണ്ണാണ് കേട്ടോ. മഴക്കാലത്ത് ഇത് മിക്സ് ചെയ്യുമ്പം ചളിയായി പോകും. അതുകൊണ്ട് ജൂൺ 20-ാം തീയതിയാണ് ഞാൻ ചെണ്ടുമല്ലി നട്ടത്. ഒരു 2-2.5 മാസം വേണിതിന്. അപ്പോൾ ജൂൺ 20-ാം തീയതി ചെടി നട്ടു. അപ്പോൾ ജൂണിൽ മഴ ആയതുകൊണ്ട് വേനൽക്കാലത്ത് തന്നെ ഞാൻ മഴ നനയാണ്ട് ഉണങ്ങിയ മണ്ണെടുത്തിട്ട് ചാക്കിൽ കെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുമ്മായ ഇട്ട മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നന്നായി ഇളക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയിട്ട് പിന്നെ കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ ഉടക്കണം. അങ്ങനെ ചെറിയ വേരുകളെല്ലാം പൊറുക്കി കളയണം. അങ്ങനെ ചെയ്യണം. ഇതൊക്കെ ഞാൻ ഇതുപോലെ 2 ആഴ്ച മുമ്പ് കുമ്മായത്തിൽ മിക്സ് ആക്കിയിട്ട് ഗ്രോ ബാഗിൽ നിറച്ച് വെച്ചതാണ്. കണ്ടില്ലേ, ഗ്രോ ബാഗിലും പിന്നെ ഇതുപോലുള്ള കവറുകളിൽ പിന്നെ ചട്ടികളിൽ കുറേ ചട്ടികളിൽ ഇതൊക്കെ സിമെൻറ്റ് ചട്ടി, പ്ലാസ്റ്റിക് ചട്ടി എല്ലാം ഉണ്ട്. ഇതിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് മണ്ണ്. ഇനി ഇതിലേക്ക് ചെടി നട്ട് കൊടുക്കുക വേണ്ടത്. ടെറസ് നിറച്ചുണ്ട്. ഒരു 500 ചെടി ആയതുകൊണ്ട് ടെറസ് നിറച്ചുണ്ട്. എനിക്ക് ചെടികൾ, പൂക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ഭ്രാന്തമായ ഇഷ്ടമാണ് ചെടികളോടും പൂക്കളോടും. അതുകൊണ്ടാണ് ഞാനിതിന് ഇറങ്ങിയത്. നടാൻ ആവശ്യമായ ചെടികൾ ഇറക്കിയിട്ടുണ്ട്. 500 ചെടിയാണ് ഞാൻ ഇറക്കിയത്. നല്ല ഹെൽത്തി ചെടിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, നല്ല ചെടിയാണ്. ഒരു അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ ഗ്രോ ബാഗിൻ്റെ നടുക്കാണ് നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ടുള്ളത്, കമ്പോസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പോസ്റ്റും മണ്ണും കൂടി ഒന്ന് ചെറുതായിട്ട് മിക്സായി കൊടുക്കുക. മറ്റ് മഴക്കാലമായതുകൊണ്ട് ഈ കമ്പോസ്റ്റ് മാത്രമാകുമ്പോൾ ചിലപ്പോൾ ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ചെടി ഇറക്കി വെച്ചോളുക. എന്നിട്ട് അത് മണ്ണിട്ട് മൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചെടി ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ അതിൽ പകുതി പോലെ മാത്രം മണ്ണിട്ടാൽ മതി. കാരണം പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും വളവും മണ്ണും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ചെടിയുടെ ചുവടിൽ നിന്ന് വേര് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വേര് പുറത്തേക്ക് വരുമ്പം നമ്മൾ അതിന് കണക്കായിട്ട് വീണ്ടും വീണ്ടും മണ്ണിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ആദ്യം ഗ്രോ ബാഗ് നിറക്കാത്തത്. ഇതുപോലെ ഓരോ ചെടിയും നട്ടു കൊടുക്കണം. അതുപോലെ ഞാൻ നട്ടു വെച്ച ചെടികളാണ് ഇതെല്ലാം. കണ്ടില്ലേ, ഇതെല്ലാം ഒരാഴ്ച വളർച്ചയെത്തിയ ചെടികളാണ്. നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം ഒരാഴ്ചയായി. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇത് ഒരു ദിവസം മാത്രം പ്രായമായ ചെടിയാട്ടാ. ഇതപ്പോൾ അത്ര വളർന്നില്ല. ഇങ്ങനെയെല്ലാം നിരത്തി വെച്ചിട്ട് കാണാൻ തന്നെ നല്ല രസം.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത തല നുള്ളുന്നത് വരെ, ചെടിയുടെ തല നുള്ളലും പിന്നെ വളമിട്ട് കൊടുക്കലും മണ്ണേറ്റലും എല്ലാം ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ.